ഉം. സാധാരണയായി നമ്മൾ നിയമങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നമ്മളെ നിയന്ത്രിക്കുന്ന ചില ചട്ടങ്ങളായിട്ടാണ് ഓർക്കാറുള്ളതല്ലേ? അതെ അതെ. കൃത്യമായി പറഞ്ഞാൽ പൗരന്മാർ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്ന് വ്യക്തമാക്കുന്ന ചട്ടങ്ങൾ. ആ നിങ്ങൾ റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ സ്പീഡ് ലിമിറ്റ് പാലിക്കണം, അല്ലെങ്കിൽ കൃത്യമായി ടാക്സ് അടയ്ക്കണം എന്നൊക്കെ പറയുന്ന പോലെ അവിടെ സംശയങ്ങൾക്ക് വലിയ സ്ഥാനമില്ലല്ലോ. തീർച്ചയായുമില്ല. തെറ്റ് ചെയ്താൽ കൃത്യമായ ശിക്ഷയുണ്ട്. എന്നാൽ നമ്മുടെ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക്, അതായത് ഈ പാർട്ട് 3-ലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലികാവകാശങ്ങൾ എന്ന വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഈ ചിത്രം ശരിക്കും തലകീഴായി മാറുകയാണ്. അവിടെ നിയമങ്ങൾ പൗരന്മാരെ നിയന്ത്രിക്കാനല്ല, അല്ല, മറിച്ച് ഭരണകൂടത്തെ, അതായത് സർക്കാരിനെ നിയന്ത്രിക്കാനാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ലോസ് ആൻഡ് നോട്ട് ഓഫ് മെൻ എന്ന അതിഗംഭീരമായ ഒരാശയമാണ് അതിനു പിന്നിലുള്ളത്. ഇന്ന് നമ്മൾ ഈ അവകാശങ്ങളുടെ ഓരോ വശങ്ങളും, പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളും ഭേദഗതികളും കേസുകളുമൊന്നും ചോർന്നുപോകാതെ പരിശോധിക്കാൻ പോകുകയാണ്. ഉറപ്പായും. ഒരു നീണ്ട ആമുഖമില്ലാതെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഈ ആർട്ടിക്കിൾസ് 12 മുതൽ 35 വരെയുള്ള ഭാഗങ്ങൾ യഥാർത്ഥത്തിൽ ഭരണകൂടത്തിന് വരച്ചുവച്ചിരിക്കുന്ന അതിരുകളാണ്. അതായത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണകൂടം അവരുടെ എക്സിക്യൂട്ടീവ് പവറുകളോ ലെജിസ്ലേറ്റീവ് പവറുകളോ ഉപയോഗിച്ച് പൗരന്മാരുടെ മേൽ കടന്നു കയറുന്നത് തടയാൻ, അല്ലേ? അതെ, കൃത്യമായിട്ട്. ഇതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭരണഘടനാ ശില്പികൾക്ക് ഇതിനുള്ള പ്രധാന പ്രചോദനം ലഭിച്ചത് USA കോൺസ്റ്റിറ്റ്യൂഷനിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന്. അതെ. മാത്രമല്ല, ഈ പാർട്ട് 3-യെ നമ്മൾ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്നാണ് വിളിക്കുന്നത്. 1215-ൽ ഇംഗ്ലണ്ടിലെ കിങ് ജോൺ പുറത്തിറക്കിയ ആ പ്രസിദ്ധമായ മാഗ്ന കാർട്ട. അതെ അതെ. പൗരന്മാരുടെ അവകാശങ്ങളെക്കുറിച്ച് ലോകത്താദ്യമായി എഴുതപ്പെട്ട ആ ചരിത്രരേഖയുടെ അതേ പ്രാധാന്യമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഈ ഭാഗത്തിനുള്ളത്. സത്യത്തിൽ അമേരിക്കൻ ഭരണഘടനയിലേതിനേക്കാൾ വളരെ വിശദമായിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ അവകാശങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. എനിക്കിത് കേൾക്കുമ്പോൾ തോന്നുന്നത് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതൊരു നല്ല ഉദാഹരണമാണല്ലോ. അതായത് നിങ്ങൾ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഏത് പുതിയ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താലും ആ OSന്റെ അടിസ്ഥാന കോഡിനെ മറികടക്കാൻ ആ ആപ്പുകൾക്ക് കഴിയില്ലല്ലോ. അതുപോലെ ഗവൺമെന്റ് എന്ത് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നാലും ഈ അടിസ്ഥാന അവകാശങ്ങളെ ലംഘിക്കാൻ കഴിയില്ല. ശരിയാണ്. ഭരണകൂടം ഒരു സ്വേച്ഛാധിപതിയാകാതെ നോക്കുന്ന ഒരു ഗാർഡ് റെയിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഈ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. മുമ്പ് നമുക്ക് സ്വത്തവകാശം അഥവാ റൈറ്റ് ടു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു എന്നത്. അതെന്തുകൊണ്ടാണ് പിന്നീട് എടുത്തു മാറ്റിയത്? അതൊരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ കഥയാണ്. എന്താ പറയാ, തുടക്കത്തില് നമ്മുടെ ഭരണഘടനയിൽ 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. അതില് ആർട്ടിക്കിൾ 31 ആയിരുന്നു ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി. ഓഹോ, അപ്പൊ അതൊരു മൗലികാവകാശമായിരുന്നു. അതെ. എന്നാൽ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ വികസന പ്രവർത്തനങ്ങൾക്കും ഭൂപരിഷ്കരണത്തിനും വേണ്ടി സർക്കാരിന് ഭൂമി ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ ഈ ആർട്ടിക്കിൾ 31 ഒരു വലിയ തടസ്സമായി മാറി. അതായത് സർക്കാർ ഭൂമി ഏറ്റെടുക്കുമ്പോഴെല്ലാം ആളുകൾ കോടതിയിൽ പോയി തുടങ്ങി, അല്ലേ? അതെ. അവർ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് 1978-ൽ 44ാമത്തെ അമെൻമെന്റ് ആക്ട് പ്രകാരം റൈറ്റ് ടു പ്രോപ്പർട്ടിയെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുന്നത്. അപ്പോ ഇതിനർത്ഥം ഇപ്പോ ഇന്ത്യയിൽ ഒരാൾക്ക് സ്വത്ത് സമ്പാദിക്കാനോ വെച്ചുകൊണ്ടിരിക്കാനുള്ള അവകാശമില്ല എന്നാണോ? അല്ലല്ല, അങ്ങനെയല്ല. അതിനെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാതാക്കി മാറ്റിയെന്ന് മാത്രമേയുള്ളൂ. ഇപ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 12-ല് ആർട്ടിക്കിൾ 300A പ്രകാരം ഒരു ലീഗൽ റൈറ്റ് അഥവാ നിയമപരമായ അവകാശം മാത്രമാണ്. അതായത് പാർട്ട് 12-ലെ ആർട്ടിക്കിൾ 300A. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റും ലീഗൽ റൈറ്റും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? വ്യത്യാസം വളരെ വലുതാണ്. നിങ്ങളുടെ ഒരു മൗലികാവകാശം ലംഘിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാം. എന്നാൽ ഒരു ലീഗൽ റൈറ്റ് ലംഘിക്കപ്പെട്ടാൽ സാധാരണ കോടതികൾ വഴിയേ പോകാൻ കഴിയും. ആ മാറ്റത്തിന് പിന്നിലെ യുക്തി ഇപ്പോൾ വ്യക്തമായി. അങ്ങനെ റൈറ്റ് ടു പ്രോപ്പർട്ടി മാറിയതോടെ നിലവില് നമുക്ക് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രമാണുള്ളത്. അതെ, നിലവിൽ 6 മാത്രം. ശരി. ഇനി എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം അറിയണം.
ഈ അവകാശങ്ങൾ എല്ലാവർക്കും ഒരേപോലെയാണോ ലഭിക്കുന്നത്? അതായത്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ത്യയിലെ ഒരു സിറ്റിസണും പുറത്തുനിന്നും ഇന്ത്യയിൽ ടൂറിസ്റ്റിനായി വരുന്ന ഒരു വിദേശിക്കും ഒരേ അവകാശങ്ങളാണോ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നത്? തീർച്ചയായും വലിയ വ്യത്യാസങ്ങളുണ്ട്. ഈ അവകാശങ്ങൾ നമ്മൾ 2 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ചില ആർട്ടിക്കിൾസ് ഇന്ത്യയിലെ സിറ്റിസൻസിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഏതൊക്കെയാണത്? ആർട്ടിക്കിൾസ് 15, 16, 19, 29, 30 എന്നിവയാണവ. ഇവ വിദേശികൾക്ക് ലഭിക്കില്ല. ഓഹോ, ബാക്കിയുള്ളവയോ? ബാക്കിയുള്ളവ, അതായത് ആർട്ടിക്കിൾസ് 14, 20, 21, 21A, 22, 23, 24, 25 മുതൽ 28 വരെയുള്ളവ പൗരന്മാർക്കും ഇന്ത്യയിലുള്ള വിദേശികൾക്കും ഒരുപോലെ ലഭിക്കുന്നതാണ്. ആ വേർതിരിവിന്റെ ലോജിക് വളരെ കൃത്യമാണ്. ആർട്ടിക്കിൾ 16 പറയുന്നത് സർക്കാർ ജോലികളിലെ തുല്യ അവസരത്തെക്കുറിച്ചാണ്. അതുപോലെ ആർട്ടിക്കിൾ 19 പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യവും സംഘടിക്കാനുള്ള അവകാശവും ഒക്കെയാണ്. അതെ. അപ്പോ അമേരിക്കയിൽ നിന്നോ ബ്രിട്ടനിൽ നിന്നോ വരുന്ന ഒരു വിദേശി ഇന്ത്യയിൽ വന്നിട്ട് എനിക്കിവിടെ സർക്കാർ ജോലി വേണമെന്നോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി സമരം ചെയ്യാൻ പോവുകയാണോ എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കില്ലേ? ഉറപ്പായും ബാധിക്കും. അതുകൊണ്ടാണ് ആർട്ടിക്കിൾസ് 15, 16, 19, 29, 30 പൗരന്മാർക്ക് മാത്രം നൽകുന്നത്. എന്നാൽ ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശമാണ്. ഒരു വിദേശി ഇന്ത്യയിൽ നിൽക്കുമ്പോൾ അവരെ അകാരണമായി കൊലപ്പെടുത്താനോ ജയിലിൽ അടയ്ക്കാനോ കഴിയില്ല. അതൊരു അടിസ്ഥാന മനുഷ്യാവകാശമായതുകൊണ്ട് അത് വിദേശികൾക്കും ലഭിക്കുന്നു, അങ്ങനെയല്ലേ? 100% ശരിയാണ്. ആ ലോജിക് തന്നെയാണ് ഭരണഘടനാ ശില്പികളും ഉപയോഗിച്ചത്. എന്നാൽ ഇവിടെ വിദേശികൾ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ അപവാദമുണ്ട്. എനിമി ഏലിയൻസിന് ഈ പറഞ്ഞ വിദേശികൾക്കുള്ള അവകാശങ്ങൾ പോലും പൂർണ്ണമായി ലഭിക്കില്ല. ഈ എനിമി ഏലിയൻസ് എന്ന് പറഞ്ഞാൽ ശത്രുരാജ്യത്തിലെ പൗരന്മാർ അല്ലേ? അതെ. അതായത് നിലവിൽ ഇന്ത്യയുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും രാജ്യമുണ്ടെങ്കിൽ ആ രാജ്യത്തെ പൗരന്മാർക്ക് ഈ പരിരക്ഷ ലഭിക്കില്ല. മനസ്സിലായി. ഇനി ഈ അവകാശങ്ങൾ എപ്പോഴെങ്കിലും പൂർണ്ണമായി റദ്ദാക്കപ്പെടാൻ സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് എന്തെങ്കിലും നാഷണൽ എമർജൻസി വരുമ്പോൾ? ആഹാ, അവിടെയാണ് മറ്റൊരു പ്രധാന കാര്യം. നാഷണൽ എമർജൻസി സമയത്ത് ഇവ സസ്പെൻഡ് ചെയ്യപ്പെടാം. പക്ഷെ അവിടെയാണ് ഏറ്റവും സുപ്രധാനമായ ഒരു ഭരണഘടനാ സംരക്ഷണം വരുന്നത്. എന്നാണത്? ആർട്ടിക്കിൾസ് 20, 21 എന്നിവ ഒരു കാരണവശാലും എന്തു വലിയ അടിയന്തരാവസ്ഥ വന്നാലും ഒരിക്കലും റദ്ദാക്കാൻ കഴിയില്ല. വാവ്, ഒരിക്കലും റദ്ദാക്കാൻ കഴിയില്ലേ? ഇല്ല. നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ. രാജ്യത്ത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒരാളുടെ ജീവിക്കാനുള്ള അവകാശവും കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമപരമായ സംരക്ഷണവും ഇല്ലാതാക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലല്ലോ. ശരിയാണ്. ആർട്ടിക്കിൾ 20ഉം 21ഉം എപ്പോഴും നിലനിൽക്കും. ബാക്കി ആർട്ടിക്കിളുകളുടെ കാര്യമോ? പ്രത്യേകിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്ന ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 19ന്റെ കാര്യത്തിൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. യുദ്ധം അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷൻ കാരണം രാജ്യത്ത് എക്സ്റ്റേണൽ എമർജൻസി പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യാറുള്ളൂ. ഓഹോ, അപ്പോ രാജ്യത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴോ? രാജ്യത്തിനകത്തുണ്ടാകുന്ന ആംഡ് റെബല്യൻ അഥവാ ആയുധമേന്തിയുള്ള കലാപത്തിന്റെ പേരിൽ പ്രഖ്യാപിക്കുന്ന ഇന്റേണൽ എമർജൻസി സമയത്ത് പൗരന്മാരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഗവൺമെന്റിന് തോന്നുമ്പോഴൊക്കെ ജനങ്ങളുടെ വായടപ്പിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇനി ഈ അവകാശങ്ങൾക്ക് വേറെയും ചില പരിമിതികളില്ലേ? ഉദാഹരണത്തിന് പട്ടാളക്കാരുടെയോ പോലീസിന്റെയോ ഒക്കെ കാര്യം വരുമ്പോൾ? തീർച്ചയായുമുണ്ട്. ആർട്ടിക്കിൾ 33 പ്രകാരം ആംഡ് ഫോഴ്സസ്, പാരാമിലിറ്ററി ഫോഴ്സസ്, പോലീസ് ഫോഴ്സസ്, ഇന്റലിജൻസ് ഏജൻസി എന്നിവയിലുള്ളവർക്ക് ഈ അവകാശങ്ങൾ പരിമിതപ്പെടുത്താൻ പാർലമെന്റിന് അധികാരമുണ്ട്. അതിന് കാരണം അവർക്കിടയിൽ കൃത്യമായ ഡിസിപ്ലിൻ നിലനിർത്തേണ്ടതുണ്ട് എന്നതാണല്ലോ. എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ് ഒരു പട്ടാളക്കാരന് രാജ്യത്തിന്റെ രഹസ്യങ്ങൾ വിളിച്ചു പറയാൻ കഴിയില്ല. അതെ. അതുപോലെ ആർട്ടിക്കിൾ 34 പ്രകാരം രാജ്യത്തെവിടെയെങ്കിലും മാർഷൽ ലോ അഥവാ മിലിറ്ററി റൂൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്ത് ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഫണ്ടമെന്റൽ റൈറ്റ്സ് നിയന്ത്രിക്കപ്പെടാം. അപ്പോ ആർട്ടിക്കിൾ 33ഉം 34ഉം പരിമിതികളാണ്. അതെ. പിന്നെ രാജ്യത്തൊട്ടാകെ ഒരേ നിയമം അഥവാ യൂണിഫോമിറ്റി നിലനിർത്താൻ വേണ്ടി ഈ അവകാശങ്ങൾ നടപ്പിലാക്കാനുള്ള നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ആർട്ടിക്കിൾ 35 പ്രകാരം പാർലമെന്റിന് മാത്രമായി ചുരുക്കിയിട്ടുണ്ട്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുകൾക്ക് ആ അധികാരമില്ല. ഓക്കെ, പാർലമെന്റിന് മാത്രം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് ചില ആർട്ടിക്കിൾസ് ഇല്ലേ? ഉണ്ട്.
സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാനും മറ്റും അധികാരം നൽകുന്ന ആർട്ടിക്കിൾസ് 31A, 31B, 31C എന്നിവയും ഈ മൗലികാവകാശങ്ങളുടെ സ്കോപ്പിനെ വലിയ രീതിയിൽ പരിമിതപ്പെടുത്തുന്നുണ്ട്. ശരി. അപ്പോ ഈ അവകാശങ്ങളുടെ അതിരുകൾ നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ഇത്രയും നേരം ഭരണകൂടം അല്ലെങ്കിൽ സ്റ്റേറ്റിൽ നിന്നുള്ള സംരക്ഷണത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് ഈ സ്റ്റേറ്റ് എന്ന് കൃത്യമായി നിർവചിച്ചിട്ടുണ്ടോ? ഉണ്ട്, വളരെ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട്. കാരണം നാളെ ഞാൻ പോയി ഒരു മൗലികാവകാശ ലംഘനത്തിന് കേസ് കൊടുക്കുമ്പോൾ ആർക്കെതിരെയാണ് എനിക്ക് കേസ് കൊടുക്കാൻ കഴിയേന്ന് ഞാൻ അറിയണമല്ലോ. അവിടെയാണ് ആർട്ടിക്കിൾ 12ന്റെ പ്രസക്തി. ആർട്ടിക്കിൾ 12 ഈ സ്റ്റേറ്റ് എന്നതിനെ വളരെ വിശാലമായിട്ടാണ് നിർവചിക്കുന്നത്. നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, പാർലമെന്റ് അല്ലെങ്കിൽ പഞ്ചായത്ത് പോലുള്ള ലോക്കൽ അതോറിറ്റീസ് എന്നിവ മാത്രമാണ് സ്റ്റേറ്റ് എന്നാണ്. അതെ, നമ്മളൊക്കെ അങ്ങനെയാണല്ലോ ചിന്തിക്കാറ്. എന്നാൽ അത് മാത്രമല്ല. LIC, ONGC, സെയിൽ പോലെയുള്ള സ്റ്റാറ്റ്യൂട്ടറി അല്ലെങ്കിൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസ് എന്നിവയും ഭരണഘടനയുടെ കണ്ണിൽ സ്റ്റേറ്റിന്റെ പരിധിയിൽ വരും. LICയും ONGCയും ഒക്കെ സ്റ്റേറ്റ് ആണോ? അതെ. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം സുപ്രീം കോടതിയുടെ നിർവചനപ്രകാരം സ്റ്റേറ്റിന്റെ ഒരു ഏജൻസിയായി പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ബോഡീസ് പോലും ആർട്ടിക്കിൾ 12ന്റെ അർത്ഥത്തിൽ സ്റ്റേറ്റാണ്. അതായത് നിങ്ങളിപ്പോൾ ONGCയിലോ LICയിലോ ആണ് ജോലി ചെയ്യുന്നതെങ്കിൽ ആ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമം നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ബാധകമായ അതേ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഈ സ്ഥാപനങ്ങൾക്കുമുണ്ട് എന്നർത്ഥം. ഇതൊരു വലിയ അറിവാണ്. ശരിയാണ്. അപ്പോൾ സ്റ്റേറ്റ് എന്താണെന്ന് നമ്മൾ കണ്ടു. അടുത്ത ചോദ്യം, എന്താണ് ലോ അഥവാ നിയമം? ഗവൺമെന്റ് ഇറക്കുന്ന എല്ലാ ഉത്തരവുകളും നിയമമാണോ? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ആർട്ടിക്കിൾ 13. നമ്മുടെ മൗലികാവകാശങ്ങളുടെ ഏറ്റവും വലിയ കാവൽക്കാരൻ എന്നു വേണമെങ്കിൽ ആർട്ടിക്കിൾ 13നെ വിളിക്കാം. ഇത് കൃത്യമായി ജുഡീഷ്യൽ റിവ്യൂവിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ജുഡീഷ്യൽ റിവ്യൂ, ഓക്കെ. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ലംഘിക്കുന്ന ഏത് ലോയും അസാധുവായിരിക്കും അഥവാ വോയിഡായിരിക്കും എന്നാണിത് പറയുന്നത്. നിങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ സുപ്രീം കോടതിക്ക് ആർട്ടിക്കിൾ 32 പ്രകാരവും ഹൈക്കോടതികൾക്ക് ആർട്ടിക്കിൾ 226 പ്രകാരവും ആ നിയമം റദ്ദാക്കാം. അപ്പോൾ ഈ ലോ എന്ന് പറയുമ്പം പാർലമെന്റ് പാസാക്കുന്ന ബില്ലുകൾ മാത്രമല്ലേ വരൂ? അല്ലല്ല, അവിടെയാണ് കാര്യം. വെറും പാർലമെന്റ് പാസാക്കുന്ന ബില്ലുകൾ മാത്രമല്ല. പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണർ പുറത്തിറക്കുന്ന ഓർഡിനൻസുകൾ, സർക്കാർ ഉദ്യോഗസ്ഥർ ഇറക്കുന്ന ഓർഡേഴ്സ്, ബൈലോസ്, റൂൾസ്, എന്തിനേറെ പറയുന്നു, വർഷങ്ങളായി നിലനിൽക്കുന്ന എന്നാൽ നിയമത്തിന്റെ ബലമുള്ള കസ്റ്റംസ് അഥവാ ആചാരങ്ങൾ വരെ ഇതിലുൾപ്പെടും. ഇവയേതും നിങ്ങളുടെ മൗലികാവകാശങ്ങളെ ലംഘിച്ചാൽ കോടതിക്കത് റദ്ദാക്കാം. ഓഹോ, അപ്പോൾ ഒമിക്കൊരു വലിയ സംശയം തോന്നുന്നു. പാർലമെന്റിന് ഭരണഘടന തന്നെ ഭേദഗതി ചെയ്യാൻ അധികാരമുണ്ടല്ലോ. അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് വഴി സർക്കാരിന് ഈ മൗലികാവകാശങ്ങൾ എടുത്തുകളയാൻ കഴിയില്ലേ? ആ അമെൻമെന്റ് ഒരു ലോയായി കണക്കാക്കുമോ? ഇന്ത്യൻ നിയമചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടം നടന്നത് ഈ ഒരു ചോദ്യത്തിന്മേലാണ്. എന്താ പറയാ, തുടക്കത്തിൽ സർക്കാരും കോടതികളും പറഞ്ഞിരുന്നത് ആർട്ടിക്കിൾ 13 പ്രകാരം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഒരു ലോ അല്ല എന്നായിരുന്നു. അതായത് ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് എന്ത് മൗലികാവകാശവും സർക്കാരിന് എടുത്തുമാറ്റാം എന്നായിരുന്നു. അതെ. എന്നാൽ പാർലമെന്റ് തുടർച്ചയായി ഭരണഘടനയെ മാറ്റിയെഴുതാൻ ശ്രമിച്ചപ്പോൾ 1973 പ്രസിദ്ധമായ കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി ഒരു സുപ്രധാന വിധി പ്രസ്താവിച്ചു. കേശവാനന്ദ ഭാരതി കേസ് വളരെ ഫേമസ് ആയ കേസ്. അതെ. കോടതി പറഞ്ഞു, പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാം, പക്ഷെ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ, അതായത് ബേസിക് സ്ട്രക്ചറിനെ മാറ്റാൻ കഴിയില്ല. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ. കൃത്യം. ഒരു അമെൻമെന്റ് ഏതെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റിനെ ലംഘിച്ചുകൊണ്ട് ഈ ബേസിക് സ്ട്രക്ചറിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ അമെൻമെന്റ് തീർച്ചയായും ചലഞ്ച് ചെയ്യപ്പെടാം. കോടതിക്കത് അസാധുവാക്കാം. അതായത് ആ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിനാണ് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ യഥാർത്ഥ കോർ. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ 12ഉം 13ഉം വ്യക്തമായി കവർ ചെയ്തു. ഇനി നമുക്ക് ആദ്യത്തെ അവകാശമായ റൈറ്റ് ടു ഇക്വാലിറ്റി അഥവാ തുല്യതയ്ക്കുള്ള അവകാശത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. തീർച്ചയായും. കാരണം ഇതാണ് ബാക്കി എല്ലാ അവകാശങ്ങളുടെയും അടിസ്ഥാനം. ആർട്ടിക്കിൾ 14നെ കുറിച്ച് നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. ഇതിലെന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ആർട്ടിക്കിൾ 14 വളരെ വിശാലമായൊരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ പ്രധാനമായും 2 ആശയങ്ങളാണുള്ളത്. ഈ 2 ആശയങ്ങൾക്കും 2 വ്യത്യസ്തമായ ഉറവിടങ്ങളാണുള്ളത്. ഓക്കെ, ഏതൊക്കെയാണത്? ആദ്യത്തേത് ഇക്വാലിറ്റി ബിഫോർ ലോ, അതായത് നിയമത്തിൻ മുന്നിലെ തുല്യത.
ഇതൊരു ബ്രിട്ടീഷ് ആശയമാണ്. കൂടാതെ ഇതൊരു നെഗറ്റീവ് കൺസെപ്റ്റാണ്. ഉം, രണ്ടാമത്തേത് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്, അതായത് നിയമങ്ങളുടെ തുല്യമായ സംരക്ഷണം. ഇതൊരു അമേരിക്കൻ ആശയമാണ്. കൂടാതെ ഇതൊരു പോസിറ്റീവ് കൺസെപ്റ്റാണ്. ഒരല്പം നിൽക്കൂ. തുല്യത എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവായ ഒരു കാര്യമല്ലേ? പിന്നെന്താണ് ഈ ബ്രിട്ടീഷ് ആശയം നെഗറ്റീവ് കൺസെപ്റ്റ് ആണെന്ന് പറയുന്നത്? എനിക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാക്കാൻ ആ വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം നോക്കണം. ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന ബ്രിട്ടീഷ് ആശയം നെഗറ്റീവ് ആകാൻ കാരണം അത് ഭരണകൂടത്തോട് ചില കാര്യങ്ങൾ പാടില്ല എന്ന് വിലക്കുന്നതുകൊണ്ടാണ്. പാടില്ല എന്ന് വിലക്കുന്നു. അതായത് രാജ്യത്ത് ആർക്കും പ്രത്യേക പരിഗണനകൾ പാടില്ല. ആബ്സെൻസ് ഓഫ് എനി സ്പെഷ്യൽ പ്രിവിലേജസ്. പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ഉയർന്ന ഉദ്യോഗസ്ഥനായാലും സാധാരണക്കാരനായാലും എല്ലാവരും രാജ്യത്തെ സാധാരണ നിയമങ്ങൾക്ക് വിധേയരായിരിക്കും. ആരും നിയമത്തിനധീതരല്ല. ആർക്കും സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഇല്ല. അതെ. ഇത് ബ്രിട്ടീഷ് നിയമവിദഗ്ധനായ A.V. ഡൈസി അവതരിപ്പിച്ച റൂൾ ഓഫ് ലോ എന്ന ആശയത്തിന്റെ അടിസ്ഥാനമാണ്. സുപ്രീം കോടതി ഈ റൂൾ ഓഫ് ലോയെ ഭരണഘടനയുടെ ഒരു ബേസിക് ഫീച്ചറായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഒരു അമെൻമെന്റ് വഴിയും സർക്കാരിന് ഇതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഇപ്പൊ മനസ്സിലായി. ആർക്കും പ്രത്യേക പരിഗണന ഇല്ലാത്തതുകൊണ്ട്, അതായത് ഇല്ല, പാടില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് അതൊരു നെഗറ്റീവ് കൺസെപ്റ്റ് ആകുന്നത്. അപ്പോൾ അമേരിക്കൻ ആശയമായ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് എങ്ങനെയാണ് പോസിറ്റീവ് ആകുന്നത്? കാരണം അത് വളരെ പ്രായോഗികമായൊരു കാര്യമാണ് പറയുന്നത്. അത് സർക്കാരിനോട് പോസിറ്റീവായി ഇടപെടാൻ ആവശ്യപ്പെടുന്നു. എങ്ങനെ? തുല്യരായവരെ തുല്യമായി പരിഗണിക്കണം എന്ന് അത് പറയുന്നു. ഈക്വൽ ഷുഡ് ബി ട്രീറ്റഡ് ഈക്വലി. എന്നാൽ അതിനർത്ഥം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഇരിക്കുന്നവരെ ഒരേപോലെ കാണണം എന്നല്ല. സമാന സാഹചര്യങ്ങളുള്ളവർക്ക് നിയമം ഒരേപോലെ ആയിരിക്കണം. ഓഹോ, അപ്പോൾ എല്ലാവർക്കും ഒരേ നിയമം എന്ന് പറയാൻ പറ്റില്ലേ? അവിടെയാണ് സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞത്, തുല്യരായവരെയും തുല്യതയില്ലാത്തവരെയും ഒരേപോലെ പരിഗണിക്കുന്നിടത്ത് ആർട്ടിക്കിൾ 14 ബാധകമല്ല. എല്ലാവരെയും ഒരേ അളവുകോൽ വെച്ച് അളക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആർട്ടിക്കിൾ 14 ക്ലാസ് ലെജിസ്ലേഷനെ, അതായത് വെറുതെ ചിലർക്ക് മാത്രം ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനെ എതിർക്കുന്നുണ്ടെങ്കിലും തികച്ചും യുക്തിസഹജമായ റീസണബിൾ ക്ലാസിഫിക്കേഷൻ അനുവദിക്കുന്നുണ്ട്. ഈ റീസണബിൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് നികുതി വ്യവസ്ഥ തന്നെ എടുക്കാം. 10 ലക്ഷം രൂപ ശമ്പളമുള്ള ആളും 1 ലക്ഷം രൂപ ശമ്പളമുള്ള ആളും ഒരേ നികുതി അല്ലല്ലോ അടയ്ക്കുന്നത്. അതെ, കൃത്യമായ ഉദാഹരണം. അവരെ രണ്ടാളും തുല്യരായി പരിഗണിച്ചാൽ അതൊരു വലിയ അനീതിയാകും. അതുകൊണ്ട് അവിടെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു റീസണബിൾ ക്ലാസിഫിക്കേഷൻ വരുത്തുന്നു. അത് ആർട്ടിക്കിൾ 14ന്റെ ലംഘനമല്ല. അതെ, അത് ലംഘനമല്ല. പക്ഷേ എനിക്കിവിടെ വളരെ ഗൗരവമുള്ള മറ്റൊരു സംശയം തോന്നുന്നു. നമ്മൾ എല്ലാവരും നിയമത്തിനു മുന്നിൽ തുല്യരാണെന്ന് പറയുന്നു, റൂൾ ഓഫ് ലോ ആണെന്ന് പറയുന്നു, ആർക്കും സ്പെഷ്യൽ പ്രിവിലേജ് ഇല്ലെന്നും പറഞ്ഞു. എന്നാൽ നമ്മുടെ രാജ്യത്തെ പ്രസിഡന്റിനും ഗവർണർക്കും, എന്തിനു പറയുന്നു വിദേശ രാജ്യങ്ങളുടെ അംബാസഡർമാർക്കുമൊക്കെ എങ്ങനെയാണ് കോടതി നടപടികളിൽ നിന്ന് പ്രത്യേക പരിരക്ഷ ലഭിക്കുന്നത്? അവർ തെറ്റു ചെയ്താൽ കേസെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14ന്റെ നഗ്നമായ ലംഘനമല്ലേ? ഈ ഭരണഘടനാ വൈരുദ്ധ്യത്തെ നമ്മൾ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? വളരെ കൃത്യമായൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. പെട്ടെന്ന് നോക്കുമ്പോൾ അതൊരു വൈരുദ്ധ്യമായി തോന്നാം. എന്നാൽ അവിടെയാണ് തുല്യതയുടെ എക്സെപ്ഷൻസ് അഥവാ അപവാദങ്ങൾ വരുന്നത്. അപ്പൊ ഇതിന് എക്സെപ്ഷൻസ് ഉണ്ടല്ലേ? ഗവർണർക്കും അവരുടെ ഔദ്യോഗിക പദവിയിലിരിക്കുന്ന കാലത്ത് വലിയ പരിരക്ഷകളുണ്ട്. എന്ത് തരം പരിരക്ഷകൾ? അവർ രാജ്യത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ തലവന്മാരാണ്. അവരുടെ ഔദ്യോഗിക തീരുമാനങ്ങളെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല, പദവിയിലിരിക്കുമ്പോൾ അവർക്കെതിരെ ഒരു ക്രിമിനൽ പ്രൊസീഡിംഗ്സ് ആരംഭിക്കാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ കഴിയില്ല. അറസ്റ്റ് ചെയ്യാനും കഴിയില്ലേ? ഇല്ല. വ്യക്തിപരമായ കാര്യങ്ങളിൽ സിവിൽ പ്രൊസീഡിംഗ്സ് തുടങ്ങണമെങ്കിൽ പോലും അവർക്ക് 2 മാസത്തെ മുൻകൂർ നോട്ടീസ് നൽകണം. ആ പദവിയുടെ അന്തസ്സും രാജ്യത്തിന്റെ സുസ്ഥിരതയും കാത്തുസൂക്ഷിക്കാനാണ് അങ്ങനെ ഒരു എക്സെപ്ഷൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് വ്യക്തികൾക്കല്ല, ആ പദവികൾക്കാണ് ആദരവ് നൽകുന്നത് എന്ന് മനസ്സിലാക്കാം. വേറെയും ഇതുപോലുള്ള എക്സെപ്ഷൻസ് ഉണ്ടോ? ഉണ്ട്. ജനാധിപത്യത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ചില പരിരക്ഷകൾ ആവശ്യമാണ്. ആർട്ടിക്കിൾ 361A പ്രകാരം പാർലമെന്റിന്റെയോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെയോ നടപടികളുടെ സത്യസന്ധമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന മാധ്യമങ്ങൾക്ക് പരിരക്ഷയുണ്ട്. അതുപോലെ ആർട്ടിക്കിൾ 105 പ്രകാരം മെമ്പേഴ്സ് ഓഫ് പാർലമെന്റിനും
ആർട്ടിക്കിൾ 194 പ്രകാരം മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കും പരിരക്ഷയുണ്ട്. MP-മാർക്കും MLA-മാർക്കും പരിരക്ഷയുണ്ടല്ലേ? അതെ, അവർ സഭയ്ക്കുള്ളിൽ പറയുന്ന കാര്യങ്ങൾക്കോ ചെയ്യുന്ന വോട്ടുകൾക്കോ എതിരെ കോടതിയിൽ പോകാൻ കഴിയില്ല. സഭയ്ക്കുള്ളിലെ അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യം ഉറപ്പാക്കാനാണിത്. ഇനി നിങ്ങൾ ചോദിച്ച വിദേശ പ്രതിനിധികളുടെ കാര്യം. അതെ, അംബാസഡർമാർക്കും മറ്റുമുള്ള പരിരക്ഷ. വിദേശ ഭരണാധികാരികൾക്കും അംബാസഡർമാർക്കും UNO പോലെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾക്കും ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ലഭിക്കുന്നത് അന്താരാഷ്ട്ര മര്യാദകളുടെയും ഉടമ്പടികളുടെയും ഭാഗമായിട്ടാണ്. ഇതൊക്കെ മനസ്സിലാക്കാം. എന്നാൽ രാഷ്ട്രീയക്കാർക്കും മാധ്യമങ്ങൾക്കും നയതന്ത്രജ്ഞർക്കുമല്ലാതെ സാധാരണ ഭരണഘടനാ നിയമങ്ങൾക്ക് തന്നെ എന്തെങ്കിലും എക്സെപ്ഷൻസ് ഉണ്ടോ? അതായത്, ഒരു നിയമം തുല്യതയ്ക്ക് എതിരാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ അത് പാസാക്കാൻ സർക്കാരിന് കഴിയുമോ? വളരെ ആഴത്തിലുള്ളൊരു ചോദ്യമാണത്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട എക്സെപ്ഷൻ വരുന്നത്. ആർട്ടിക്കിൾ 31C. ഇത് ആർട്ടിക്കിൾ 14-നൊരു വലിയ അപവാദമാണ്. 31C അതെന്താണ് പറയുന്നത്? ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അഥവാ നിർദ്ദേശക തത്വങ്ങളിലെ ആർട്ടിക്കിൾ 39B, 39C എന്നിവ നടപ്പിലാക്കാൻ വേണ്ടി സർക്കാർ ഒരു നിയമം കൊണ്ടുവരികയാണെന്ന് കരുതുക. ഓക്കെ. അതായത്, രാജ്യത്തെ സമ്പത്ത് ചുരുക്കം ചിലരിലേക്ക് ഒതുങ്ങാതിരിക്കാനും ഭൗതിക വിഭവങ്ങൾ എല്ലാവർക്കും തുല്യമായി വിതരണം ചെയ്യാനും വേണ്ടി സർക്കാർ ഒരു നിയമം കൊണ്ടുവരുന്നു. അപ്പോൾ ഏതെങ്കിലും വലിയ പണക്കാരൻ വന്ന് ഇതെന്റെ അവകാശങ്ങൾക്കെതിരാണ്, ഇത് തുല്യതയുടെ ലംഘനമാണ് എന്ന് പറഞ്ഞ് ആർട്ടിക്കിൾ 14-ന്റെ പേരിൽ ആ നിയമത്തെ കോടതിയിൽ അസാധുവാക്കാൻ കഴിയില്ല. ഓഹോ. ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ള വളരെ പ്രശസ്തമായ ഒരു വാചകമുണ്ട്. എവിടെയാണോ 31C വരുന്നത് അവിടെ 14 പുറത്തുപോകുന്നു. വേർ ആർട്ടിക്കിൾ 31C comes in, ആർട്ടിക്കിൾ 14 goes out. സാമ്പത്തിക സമത്വം കൊണ്ടുവരാൻ ചിലപ്പോൾ തുല്യതയില്ലാത്തവരെ വ്യത്യസ്തമായി തന്നെ പരിഗണിക്കേണ്ടി വരും. വാസ്തവത്തിൽ അതൊരു ഗംഭീരമായ ബാലൻസിംഗ് ആക്ടാണ്. നമുക്കിതൊന്ന് ചുരുക്കി നോക്കാം. സർക്കാരിനെ നിയന്ത്രിക്കുന്ന ഭരണഘടനയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ പാർട്ട് 3യെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്. അതെ. 44-ാമത്തെ അമെൻമെന്റ് വഴി റൈറ്റ് ടു പ്രോപ്പർട്ടി എങ്ങനെയാണ് ആർട്ടിക്കിൾ 300A പ്രകാരം ഒരു ലീഗൽ റൈറ്റ് മാത്രമായി മാറിയതെന്നും ജീവിക്കാനുള്ള അവകാശമായ ആർട്ടിക്കിൾ 21 വിദേശികൾക്കും ലഭിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആർട്ടിക്കിൾ 19 പോലുള്ളവ പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നതിന് പിന്നിലെ യുക്തിയും നമ്മൾ കണ്ടു. അതെ. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥകളിൽ പോലും റദ്ദാക്കാൻ കഴിയാത്ത ആർട്ടിക്കിൾസ് 20, 21 എന്നിവയുടെ പ്രാധാന്യവും നമ്മൾ ചർച്ച ചെയ്തു. കൂടാതെ ആർട്ടിക്കിൾ 33, 34, 35 തുടങ്ങിയ പരിമിതികളും. കൂടാതെ LIC, ONGC പോലുള്ളവ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ 12-ലെ സ്റ്റേറ്റിന്റെ വിശാലമായ നിർവചനവും ഭരണഘടനാ ഭേദഗതികൾക്ക് ബേസിക് സ്ട്രക്ചർ മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞ കേശവാനന്ദ ഭാരതി കേസിന്റെ ചരിത്രപരമായ പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കി. ഒടുവിൽ ആർട്ടിക്കിൾ 14-ലെ നെഗറ്റീവായ ഈക്വാലിറ്റി ബിഫോർ ലോയും പോസിറ്റീവായ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസും അതിനുമേൽ ആർട്ടിക്കിൾ 31C ഉൾപ്പെടെയുള്ള എക്സെപ്ഷൻസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും വളരെ വ്യക്തമായി നമ്മൾ പരിശോധിച്ചു. ഈ ഓരോ ആർട്ടിക്കിളും പരസ്പരം ബന്ധിപ്പിച്ചു വായിക്കുമ്പോഴാണ് നമ്മുടെ ഭരണഘടന എത്രത്തോളം സൂക്ഷ്മമായാണ് ഓരോ പൗരന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതെ, ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ അത്ഭുതമാണ്. ഈ അറിവുകളുമായി ഈ ഡീപ് ഡൈവ് നമ്മൾ പൂർത്തിയാക്കുകയാണ്. എന്നാൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാൻ ഞാനൊരു കാര്യം നൽകാം. നമ്മൾ ഇന്ന് കണ്ടു, ആർട്ടിക്കിൾ 14 എല്ലാവർക്കും തുല്യത